दुपट्टा ले रहे हैं। मैं घर ही यहाँ क्यों आ रहा है? ले गया तो दुपट्टा ले रहे हैं। അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെയുള്ളത്. അർജുൻ, ഈ റീൽസ് കണ്ടപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ശരിക്കും ഇറങ്ങുന്നു, ഒരാൾ വന്ന് മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ശരിക്കും ഇതിന്റെ കമന്റ് സെക്ഷൻ കണ്ടപ്പോഴാണ് അത് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാകുന്നത്. കാരണം അവരെല്ലാം ഈ റീൽസിനെ പോലും ഒരു രാഷ്ട്രീയപരമായി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് ഈ ഉത്തർപ്രദേശിലെ ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ കമന്റ് സെക്ഷനിലെല്ലാം ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. അർജുൻ, അങ്ങനെയാണോ തോന്നുന്നത്? എന്താണ് അർജുൻ ഈ റീൽസ് കണ്ടിട്ട് പറയാനുള്ളത്? പൂജ, ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ക്രൈം എന്നുള്ളതാണ്. ഒന്നാമത് പട്ടാപ്പകൽ നടക്കുന്ന സംഭവമാണ്. ഗാസിയാബാദിലെ ഇന്ദിരാപുരം എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. കമന്റ് സെഷൻ പൂജ തന്നെ സൂചിപ്പിച്ചു. ഒരു സ്വാഭാവിക സംഭവമായിട്ട് മാത്രമാണ് അവിടുത്തെ ആളുകൾ ഇതിനെ കാണുന്നത്. ഉത്തർപ്രദേശ് ഒരു സംസ്ഥാനം ക്രൈമിനെ പറ്റി എപ്പോഴും സംസാരിക്കേണ്ടതാണ്. ആ യോഗി ആദിത്യനാഥ് സർക്കാർ ക്രിമിനൽസിനെതിരെ എടുക്കുന്ന നടപടികളെ സംബന്ധിച്ച് ചർച്ചയാകുന്നതുമാണ് വാർത്തകൾ. പക്ഷേ മോഷ്ടാക്കൾ എത്ര പെരുകി വരുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളിലെ അവിടുത്തെ മോഷണ പാരമ്പര്യമോ അല്ലെങ്കിൽ മോഷണത്തിന്റെ വാർത്തകളോ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതും പട്ടാപ്പകൽ തോക്ക് ചൂണ്ടിയും വാഹനങ്ങളിൽ പോകുന്നവരെ തോക്ക് ചൂണ്ടിയും അതല്ലാതെയും ഇങ്ങനെ മാല പൊഷ്ടിച്ചും എല്ലാം തന്നെ ആളുകൾ പോകുന്നത്. മാലയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, വാഹനങ്ങൾ, അങ്ങനെ പല 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 കാര്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇതിനെല്ലാം തന്നെ കേസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളുകൾ ഇതിലൊരു ഒരു ഭൂരിപക്ഷവും തിരിച്ചു കിട്ടുന്നുണ്ട്, മോഷണം മുതലായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ ഇന്ദിരാപുരത്ത് നിന്നും മോഷണം പോയ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയ മാലയ്ക്കെതിരെ സുഷമ എന്ന് പറയുന്ന വനിതയാണ് ഈ റീൽസിലുള്ളത്. അവർ പരാതി നൽകിയിട്ടുണ്ട്. പ്രതി അക്കൗണ്ടിംഗ് ആണ്. ആ മാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആരാണ് എന്നുള്ള കാര്യം പിടികിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ റീൽസ് ചെയ്യുക വൈറലാവാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ റീല് വൈറലായി, പക്ഷെ അതൊരു മോഷണത്തിന്റെ ദൃശ്യമായി മാറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഇത് ഉത്തർപ്രദേശിലെ, പ്രത്യേകിച്ചും ഗാസിയാബാദ് എന്ന് പറഞ്ഞാൽ ഡൽഹിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും എന്നും നടക്കുന്നതാണ്. ഇതിലൊരു പുതുമയില്ല. കാരണം ഇതുപോലെയാണ് ഇവിടുത്തെ സുരക്ഷ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ. കാരണം ഗ്യാങ്സ്റ്റേഴ്സ് എന്നുള്ളതിൽ മാത്രമല്ല, പെറ്റിയായിട്ടുള്ള ഇതുപോലത്തെ ക്രിമിനൽ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ പോലും ചെറുക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ്. അതിൽ ഉത്തർപ്രദേശ് സർക്കാർ മാത്രമല്ല, കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ NCR റീജിയനാണ്, ഡൽഹി പോലീസിന്റെ കൂടെ കൺട്രോളിൽ വരും. ഡൽഹിയിലും ഇത് പ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയമാണ്, പ്രശ്നമാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് ഇനിയും പെരുകിക്കൊണ്ടേയിരിക്കും. തീർച്ചയായും അർജുൻ, അത് തന്നെയാണ്.